നമസ്കാരം. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും തന്നെ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും അതുപോലെ തന്നെ പുനർജന്മവും ഒക്കെ. നമുക്ക് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ ഈ പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കഥകൾ, അതിൽ അനുഭവ കഥകളാണെങ്കിലും ആരും ഈ പുനർജന്മം എടുത്ത വ്യക്തികളൊന്നും വന്ന് പറഞ്ഞിട്ടുള്ളതല്ല. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവ കഥകളും അതുപോലെ പലരുടെയും എന്താ പറയുന്നത് ഭാവനാവിലാസങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിൽ ധാരാളം കാണാൻ പറ്റും. പക്ഷേ അതിലൊന്നും ഒരിക്കലും ഒരു പുനർജന്മം എടുത്ത വ്യക്തി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അത്തരത്തിലുള്ളൊരു അനുഭവ കഥയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ 1990കളിലൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. നമ്മുടെ കേരളത്തിലല്ല കേട്ടോ. ആ സമയത്ത് ചാനൽസ് ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ അറിയാൻ വളരെ നമുക്കൊക്കെ ഇപ്പം BBC ന്യൂസോ അതുപോലെ തന്നെ ഉള്ള ന്യൂസുകളൊക്കെ കാണുന്നവർക്ക് ഈ കഥ ചിലപ്പോൾ ഈ അനുഭവം ചിലപ്പോൾ കേട്ട് മറന്നതായിട്ട് തോന്നാം. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങ് കേട്ടിട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഇപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആണ് ഈ അനുഭവമൊക്കെ പലതും കാണാനിടയായത്. എനിക്കത് വളരെ താല്പര്യം തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. 1983 ആഗ്രയ്ക്കടുത്ത് ബാദ് എന്നുള്ളൊരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ ഒരു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ 6ാമത്തെ പുത്രനായിട്ട് അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു. ടിറ്റു സിംഗ് എന്നാണ് എല്ലാവരും അങ്ങനെ എന്താ പറയുക കൊഞ്ചിച്ച് വിളിച്ചിരുന്നത്. യഥാർത്ഥ പേര് തോറൻ സിംഗ്. അപ്പോൾ ഈ സാധാരണ എല്ലാ കുട്ടികളും സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പൊതുവേ എപ്പോഴും ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇദ്ദേഹം വളരെ ശാന്തനായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. 18 മാസം കഴിഞ്ഞപ്പോൾ, അതായത് 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങിയിട്ടും പക്ഷേ എപ്പോഴും ആളിനൊരു ഒരു പ്രസരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു ദുഃഖഭാവം അല്ലെങ്കിൽ എപ്പോഴും ആലോചിക്കുന്ന ഒരു ഭാവമൊക്കെ ആയിരുന്നു എപ്പോഴും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് ടിറ്റു തൻ്റെ അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് മുത്തച്ഛനോട് പറയണം. ശരിക്കും ഞാനിവിടെ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു, നന്നായിട്ട് ആഹാരം കഴിക്കുന്നു, അതുപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു. പക്ഷേ എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് മുത്തച്ഛനോടൊന്ന് അത്യാവശ്യമായിട്ട് പറയണമെന്ന്. ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ടിറ്റുവിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത ഒരു കൊച്ചു കുഞ്ഞു വന്ന് പറയണം എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ നന്നായിട്ട് നോക്കണമെന്ന് മുത്തച്ഛനോട് പറയണമെന്ന് നമ്മൾ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതേ അവസ്ഥ തന്നെയായിരുന്നു ടിറ്റുവിൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. പിന്നെ ഓരോ സമയത്തും ഇതുപോലെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതായത് ഇപ്പോൾ വീട്ടിലെ അമ്മ എന്തെങ്കിലും പുറത്തോട്ട് പോകാനൊക്കെ സാരി എടുത്ത് കൊടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ ടിറ്റു പറയും, എന്തിനാണ് ഇങ്ങനെ ഈ പന്ന സാരിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് നല്ല സാരികളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, പിന്നെ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആഹാരമൊന്നുമല്ല, നല്ല രുചികരമായിട്ടുള്ള ആഹാരമാണ് എൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്നത്. അതുപോലെ പുറത്ത് ഇപ്പം നടന്നോ ഇല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ എവിടെയെങ്കിലും പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പറയും, എനിക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ് ഞാൻ, എനിക്കിങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വന്ന് പെട്ടു എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ കുഞ്ഞ് സംസാരിക്കുന്നത്. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ടിറ്റുവിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അയൽ വീട്ടുകാരും ഒക്കെ എല്ലാവരും കേൾക്കുകയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും ആകെ ഒരു കൺഫ്യൂഷനാണ്. അവർക്ക് ഈ പുനർജന്മത്തെക്കുറിച്ചോ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിവില്ല, വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ല. ശരിക്കും ആ ഒരു വിഭാഗത്തിലാണ് ഇദ്ദേഹം വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ കൺഫ്യൂസ്ഡായി. അതുപോലെ എപ്പോഴുള്ള പരാതി, വീട് വളരെ വൃത്തിഹീനമായി കിടക്കുന്നു, എൻ്റെ വീട് ഇങ്ങനെയല്ല, വലിയ വീടാണ്, എപ്പോഴും നല്ല നീറ്റായി എൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കാറുണ്ടെന്നൊക്കെയാണ് പറയാറുള്ളത്. പിന്നെ ഇടയ്ക്ക് പറയുന്ന മറ്റൊരു കാര്യമാണ്, എനിക്ക് ആഗ്രയിലെ സദർ ബസാറിൽ വലിയൊരു കടയുണ്ട്, ഈ ട്രാൻസിസ്റ്ററും റേഡിയോ ഒക്കെ ഉള്ള ബിസിനസ്സാണ്, എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് കാറുണ്ട്, ഒത്തിരി സ്റ്റാഫുണ്ട്, അങ്ങനെയൊക്കെ എപ്പോഴും പറയും.
കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇത് ടിറ്റുവിൻ്റെ മൂത്ത ചേട്ടൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ ഒന്ന് ആഗ്രയിൽ സദർ ബസാർ വരെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് അവിടെ നല്ലൊരു കടയുണ്ട്, ആ കട ഇപ്പം ഞാനില്ലാത്തത് കൊണ്ട് ഇത് എങ്ങനെ പോകണമെന്നൊക്കെ അറിയാത്തത് കൊണ്ട് എനിക്ക് വലിയ ടെൻഷനാണ്, എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ആദ്യം ഇതൊരു തമാശയായിട്ട് കണക്കാക്കിയെങ്കിലും പിന്നെ ഈ ടിറ്റുവിൻ്റെ ഓരോരോ സംഭാഷണങ്ങളെല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇതിലെന്തോ കാര്യമുണ്ടെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ടിറ്റുവിൻ്റെ ചേട്ടനും ഈ സുഹൃത്തും കൂടെ ആ സ്ഥലത്തൊന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. അതിന് മുന്നേ തന്നെ ടിറ്റുവിൻ്റെ പേര് സുരേഷ് വർമ്മ എന്നാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ സുഹൃത്തും ചേട്ടനും കൂടെ ഈ സദാർ ബസാറിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ശരിക്ക് സുരേഷ് വർമ്മ എന്നുള്ള പേരിൽ ഒരു കട തന്നെ അവിടെ ഉണ്ട്. അവിടെ കടയിൽ അവർ കയറിയപ്പോൾ ഒരു ഫ്രണ്ട് റൂമിൽ റിസപ്ഷനിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് അവർ ചോദിച്ചു, ഇങ്ങനെ സുരേഷ് വർമ്മയുടെ കട ഇതാണോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇതാണ് കട എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ സുരേഷ് വർമ്മയുടെ വിധവ ഉമയാണെന്ന് പറഞ്ഞു, ഉമാ വർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് വർമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ 1982 അത് അദ്ദേഹത്തിൻ്റെ 30ാമത്തെ വയസ്സിൽ വെടിയുണ്ടേറ്റ് ആരൊക്കെയോ വെടിയുതിർത്ത് അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അങ്ങനെ നോക്കിയപ്പോൾ ഈ ടിറ്റു സിംഗ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിട്ട് വരുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ ടിറ്റു സിംഗ് പറഞ്ഞിരുന്നു, ടിറ്റു സിംഗിനെ ആരോ വെടിവെച്ച് കൊല്ലുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇവർ വളരെ ഷോക്ക്ഡായി ശരിക്കും യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞപ്പോൾ. അവർ ഈ ഉമ്മയോട് പറഞ്ഞു, സുരേഷ് വർമ്മയുടെ പുനർജന്മം എന്ന് പറയുന്ന ഒരാൾ ഇവരുടെ കുടുംബത്തിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ എൻ്റെ അനിയനായിട്ട് ജനിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതിലെന്തുമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണെന്ന് പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോൾ അവരും വളരെ ഷോക്ക്ഡായി. ശരിക്കും ഓരോരോ കാര്യങ്ങളും ചോദിച്ചപ്പോൾ എല്ലാം തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ടിറ്റു പറഞ്ഞ കാര്യങ്ങളും അതെല്ലാം തന്നെ ഉമ്മ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുരേഷിൻ്റെ മാതാപിതാക്കളില്ല സഹോദരങ്ങളെല്ലാം ആയിട്ട് ഈ ഗ്രാമത്തിലേക്ക് അവർ വന്നു. വളരെ ദൂരമുണ്ട് കേട്ടോ, അവിടെ നിന്ന് 30 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് ഇവിടെ എത്താൻ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് അവരെത്തി. അപ്പോൾ ഇവർ വന്ന ഉടനെ തന്നെ ടിറ്റു ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എന്നിട്ട് എല്ലാവരെയും പേര് പറഞ്ഞു വിളിച്ചു. വന്നവർക്കും വളരെ സന്തോഷവും ആശ്ചര്യവും ഒക്കെ ആയി. എന്നിട്ട് ഭാര്യയെ അടുത്ത് പിടിച്ച് കയ്യിലൊക്കെ ഇങ്ങനെ തലോടി. ശരിക്കും അവരാകെ ഷോക്ക്ഡായിട്ടിരിക്കുകയാണ്. എന്നൊരു കൊച്ചുകുട്ടി വന്ന ഭാര്യ എന്നുള്ള രീതിയിൽ വന്ന് പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആണ് പെരുമാറിയത്. എന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാത്തിനും അവർ ഉത്തരം പറയുകയും ചെയ്തു. ഓരോരോ ഈ ടിറ്റു മരിച്ചതിന് ശേഷമുള്ള എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ കുറേ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുശേഷം പോകാനിറങ്ങിയപ്പോൾ ടിറ്റുവിന് ഇവരോടൊപ്പം പോകണമെന്നായി ഭയങ്കര വാശി കയറി. അവസാനം ടിറ്റുവിൻ്റെ മുത്തച്ഛനും സഹോദരനും കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കാറിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നത് ഒരു വാടക കാറ് പിടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഉടനെ ടിറ്റു ചോദിച്ചു, എന്തിനാ ഈ വെള്ള കാറ് വാടകയ്ക്ക് എടുത്ത് വന്നത്? എൻ്റെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, അതിൽ വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവർ ടിറ്റുവിൻ്റെ സുരേഷ് വർമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഷോപ്പ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ വന്ന ആൾക്കാരെ ഈ ടിറ്റു സിംഗിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കടയുടെ മുന്നിൽ കാറ് നിർത്താതെ കാർ ഓടിച്ചു പോയി. ഈ ടിറ്റു ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കി, വഴക്കുണ്ടാക്കി. അവസാനം കാറ് തിരിച്ച് ഷോപ്പിൽ അവരെത്തിച്ചു. ഷോപ്പിലേക്ക് ഇറങ്ങി ഭാര്യയുടെ കയ്യും പിടിച്ച് ഷോപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഉള്ള എല്ലാവരെയും പേര് പറഞ്ഞ് വിളിച്ചു. മാനേജർ പഴയ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. എല്ലാവരെയും മനസ്സിലാക്കി. ആർക്കും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഇത് സുരേഷ് വർമ്മയുടെ പുനർജന്മം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കുന്ന രീതിയിലായിരുന്നു ടിറ്റു സിംഗിൻ്റെ ഓരോരോ സംസാരവും. ഒപ്പം തന്നെ അവിടെ ചില ഷെൽഫുകളും അതുപോലെ ചെയേഴ്സും ഒക്കെ പൊസിഷൻ മാറിയിരുന്നു. അതൊക്കെ എന്തിനാ അങ്ങനെ ഇട്ടതെന്നൊക്കെ ചോദിച്ചു. അതുപോലെ ക്യാഷ് കൗണ്ടർ, പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെ അത് ഒരു സുരേഷ് വർമ്മ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് ആ രീതിയിലായിരുന്നു ടിറ്റു സിംഗിൻ്റെ അവിടുത്തെ ഒരു സംസാര രീതിയും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളും.
ഇതെല്ലാം കഴിഞ്ഞ് ടിറ്റു സിംഗ് നേരെ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ 2 സൂപ്പർവൈസർമാരുണ്ടായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ടിറ്റുവിൻ്റെ മുന്നിൽ പെടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഈ സൂപ്പർവൈസർമാരുടെ അടുത്ത് ചെന്ന് ടിറ്റു സിംഗ് നിന്നു. അവരുടെ പേര് മിൽസും സിദ്ദിഖ് ജോഹാദിയും. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഇവരാണ് എന്നെ കൊന്നത്. അതായത് അന്ന് രാത്രി സുരേഷ് വർമ്മ മരണപ്പെട്ട അന്ന് രാത്രി അദ്ദേഹം തനിച്ച് കാർ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ കാറിനെ തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. ചെയ്തത് ഈ 2 പേരുമാണ്. ശരിക്കും അവർക്ക് എന്ത് പറയണമെന്നറിയാതെയായി. കേട്ടു നിന്നവരെല്ലാവരും എന്താ പറയണത്, ഷോക്കായി നിന്നുപോയി. കാരണം ഇത്രയും നാളായിട്ട് ഇവരിൽ ഒരാളായി നിന്നതാണ്. തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കേസ് പോലീസ് ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത്. എന്നാൽ ആര് കൊന്ന സാക്ഷികളും ഇല്ല, ആരാണ് കൊന്നതെന്നറിയാൻ ഒരു മാർഗവും ഇല്ല. അപ്പോൾ ഇത് ടിറ്റു സിംഗ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ സുരേഷ് വർമ്മയെ കൊന്നതിന് ശേഷം ഭാര്യയെ ചതിച്ച് ആ ഷോപ്പ് കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷേ ഇദ്ദേഹം പുനർജന്മം എടുത്ത് വന്ന് ഇത് കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ശരിക്കുള്ള ട്വിസ്റ്റ് എന്ന് പറയാം. പിന്നെ ഈ സുരേഷ് വർമ്മയുടെ ഭാര്യ ഉമ ഈ കേസ് റീഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ സുരേഷ് പറഞ്ഞ, അതായത് ടിറ്റു സിംഗ് പറഞ്ഞ അതേ സ്ഥലത്ത്, അതായത് തലയുടെ ഇടത് സ്കള്ളിലാണ് വെടിയുണ്ട കൊണ്ടത്. അതിൻ്റെ പാട് അതിലുണ്ട്, ഈ ടിറ്റു സിംഗിൻ്റെ തലയിലുണ്ട്. അപ്പോൾ അത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു കറുത്ത പാട് കണ്ടപ്പം പലർക്കും അങ്ങനെ പാടുകളൊക്കെ ഉണ്ടല്ലോ, അതാണെന്ന് കരുതി. പക്ഷേ ശരിക്കും ഇതാണ് സംഭവം. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശരിക്കും അത് തന്നെയാണ്, ആ സെയിം പൊസിഷനിൽ തന്നെയാണ് സുരേഷ് വർമ്മയുടെ തലയ്ക്കും വെടിയേറ്റിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കേസ് പോലീസ് അങ്ങനെ ശരിക്കും കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാം. പോലീസ് കോടതിയിലേക്ക് കേസ് കൈമാറി. പക്ഷേ ഇത്തരത്തിൽ പുനർജന്മമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ശരിക്കും പുനർജന്മം ഒരു മിത്താണെന്ന് പറഞ്ഞ് പലപ്പോഴും അതൊരു കേസ് തള്ളിപ്പോകലാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഈ കേസിൽ ശക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടും, അതുപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പത്രമാധ്യമങ്ങൾ മീഡിയയുമെല്ലാം ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നതുകൊണ്ടും ഈ ഓരോ അപ്ഡേറ്റ്സും എല്ലാ ചാനലുകളിലും, അന്ന് ഉണ്ടായിരുന്ന ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേസായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അപ്പോൾ ശരിക്കും അതിനുശേഷം ആണ് മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുരേഷ് വർമ്മയുടെ പുനർജന്മത്തിൻ്റെ ആ ഒരു നിയോഗം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തന്നെ കൊന്ന ആൾക്കാരെ, അതായത് തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ട് നിന്നിരുന്ന ആൾക്കാരെ പോലീസിന് മുന്നിലെത്തിച്ചു, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിച്ചു, അവരെ ശിക്ഷിക്കാൻ സഹായിച്ചു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിനുശേഷം ഇദ്ദേഹം പിന്നെ കുറച്ച് നാൾ ഈ വീട്ടിൽ തന്നെ ഭാര്യയോടും മക്കളോടും ഒപ്പമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം നന്നായിട്ട് പഠിച്ചു, സ്കൂളിലൊക്കെ ചേർന്നു, പഠിച്ചു തുടങ്ങി, നന്നായിട്ട് പഠിച്ചു. പിന്നെ പൊതുവെ ഇതൊന്നുമല്ല, തൻ്റെ നിയോഗം കഴിഞ്ഞു. ഇനി തൻ്റെ എന്താ പറയുക, അടുത്ത നിയോഗം എന്ന് പറയുന്നത് തൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി ജീവിക്കണം എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി. പിന്നെ ആ പഴയ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാവും, പക്ഷേ അങ്ങോട്ട് പോകണം എന്നുള്ള ആ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും പൂർണ്ണമായിട്ടും ആ ഉമ്മയും മക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇദ്ദേഹം നന്നായിട്ട് പഠിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഡൽഹിയിലുള്ള ഒരു കോളേജിലെ ഡീനാണ് അദ്ദേഹം. ഈ നേച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ, യോഗയുടെയൊക്കെ ഒരു എക്സ്പേർട്ടാണ്. ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു. അദ്ദേഹം ഡോക്ടറാണിപ്പോൾ. അത് ഒപ്പം തന്നെ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് പതഞ്ജലിയിലെ ഡീനാണ്. എന്തായാലും ശരിക്കും ഈ ഒരു വാർത്ത എല്ലാവരുടെയും എന്താ പറയേണ്ടത്, നമുക്ക് പുനർജന്മം ഇല്ല, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഇതിനെ എതിർക്കാൻ ഒരു വലിയൊരു കൂട്ടമുണ്ട്. അത് വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതൽ അതിനെ എതിർക്കുന്നതിനാണ് പലരും വരുന്നത്. പക്ഷെ അവരുടെയൊക്കെ മുന്നിൽ ഈ ഒരു ഇൻസിഡൻറ്റിന് എന്തായിരിക്കും അവർക്ക് പറയാനുള്ള ഒരു റിപ്ലൈ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിയൽ സംഭവമാണ്. ആ വ്യക്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ വ്യക്തി ഒത്തിരി ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് ചാനലുകൾ, BBC പോലുള്ള BBCയും ആഷ് തക്കിലും ഒക്കെ ധാരാളം ഇൻ്റർവ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ മലയാളത്തിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്തുള്ള
കാര്യങ്ങളാണെന്ന് പറയാം. ശരിക്കും ഇതുപോലെ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കാം. പക്ഷെ ഇതുപോലെ പുറത്ത് വരാത്തതും അതുപോലെ എന്താ പറയേണ്ടത്, ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൊന്നും മാധ്യമ ശ്രദ്ധ കിട്ടാത്തതും ഇല്ലെങ്കിൽ പുറത്ത് വരാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ധാരാളം വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടാകാം. മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ കുറേ ആർട്ടിക്കിൾ വായിച്ചിരുന്നു. ഇപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പലരും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ആ വ്യക്തികളുടെ അടുത്ത് പോവുകയും ഒപ്പം അത് സത്യമാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ കറക്റ്റ് ഡേറ്റാസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുന്നേ ഒരു മാഗസീനിൽ വന്ന ഒരു എന്താ പറയുന്നത് അനുഭവ കഥകളായിരുന്നു. എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ.